നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം വിവാഹ തടസ്സങ്ങളെ പറ്റിയാണ്. പലർക്കും വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പലരുടെയും വിവാഹം നടക്കുന്നില്ല. പല ആൾക്കാരും വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്ന് എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ അതിന് മറുപടി കൊടുക്കാറുണ്ട്, പരിഹാരങ്ങൾ പറഞ്ഞ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പലർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്, പലരുടെയും വിവാഹം നടന്നിട്ടുണ്ട്. പലരുടെയും എന്നല്ല, നല്ലൊരു ശതമാനം, ഏതാണ്ട് വിളിച്ച 90% പേരുടെയും വിവാഹം നടന്നു പോയിട്ടുണ്ട്. അത് 45 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ വരെ നടന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം 45 വയസ്സായ ആൾക്കാർ വരെ എൻ്റെ അടുത്ത് വന്നിട്ട് വിവാഹത്തിന് വഴിപാട് ചോദിച്ചു മേടിച്ച് ആ വിവാഹം നടന്നിട്ടുണ്ട്. വിവാഹം നടന്നവർ ഈ അടുത്ത ദിവസം വരെ എനിക്ക് ദക്ഷിണ അയച്ചു തന്നവരുണ്ട്. വിവാഹം നടന്നിട്ട് അവരുടെ സന്തോഷ സൂചകമായിട്ട് അവർ എനിക്ക് വേറെ ദക്ഷിണ അയച്ചു തന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പോ ഈ വിവാഹ തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ആദ്യം നോക്കേണ്ടത്. പല വിധത്തിലുള്ള വിവാഹ തടസ്സങ്ങൾ ഉണ്ടാവും. ഒന്ന്, അവരുടെ കുടുംബ പരദേവതാ ദോഷം കൊണ്ട് വിവാഹ തടസ്സം ഉണ്ടാകാം. അതായത് ചിലർക്ക് അവരുടെ കുടുംബക്ഷേത്രം എന്താണെന്ന് അറിയില്ല, ഏതാണെന്ന് അറിയില്ല, അവരുടെ കുടുംബ ദേവത ഏതാണെന്ന് അറിയില്ല. അത് തന്നെ ഏറ്റവും വലിയൊരു ദോഷം. കാരണം ഒരു കുടുംബ ദേവത ആ കുടുംബത്തിന്റെ സംരക്ഷകയാണ്. ആ കുടുംബ ദേവത അറിയാതെ ആ കുടുംബത്തിൽ ഒരു മംഗളകർമ്മങ്ങളും നടക്കൂല. അതും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ആ കുടുംബ ദേവത അവര് ശപിക്കല്ല, അവരുടെ മനസ്താപം ഉണ്ടാകും. കാരണം ഇവര് ഈ കുടുംബക്ഷേത്രത്തിൽ പോകാറുണ്ടാവില്ല. ചിലവർക്ക് അറിയാൻ പറ്റൂല, ചിലവര് അറിഞ്ഞവര് പോകാത്ത ആൾക്കാരുണ്ട്. അപ്പോ ഈ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ വന്നു ചേരുമ്പോഴാണ് ചിലവര് കുടുംബക്ഷേത്രം അന്വേഷിച്ച് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനത്തിന് ചെല്ലാത്തിടത്തോളം കാലം അവരുടെ ദോഷങ്ങൾ മാറില്ല. പിന്നെ മറ്റൊന്ന്, ശത്രുദോഷങ്ങൾ കൊണ്ട് ഇത് വരാം. ശത്രുദോഷം കൊണ്ട് വിവാഹ തടസ്സങ്ങൾ വരാം. ശത്രു എന്ന് പറഞ്ഞാൽ വിവാഹങ്ങൾ, ചിലവര് ഈ കല്യാണ മുടക്കികളുണ്ട്. ചില ആൾക്കാരുണ്ട് ഈ കയ്യിലെ കാശും വണ്ടിക്കാശും കൊടുത്തു പോകും ആരാന്റെ കല്യാണം മുടക്കാൻ, അല്ലേ? അങ്ങനെ ചില ശത്രുക്കളുണ്ട്, അങ്ങനെയും വരാം. പിന്നെ അതുകൂടാതെ ജാതക ദോഷം കൊണ്ട് വിവാഹം നടക്കാണ്ട് പോകാറുണ്ട്. ജാതക ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നിങ്ങളുടെ ഇവരുടെ ഈ ഗ്രഹനിലയിൽ ചില ഭാവങ്ങളിൽ ചില ഗ്രഹങ്ങൾ ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ചില കാര്യങ്ങൾ നടക്കില്ല, മംഗളകരമായ ചില കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് അങ്ങനെയും വരാം. അപ്പൊ ജാതകത്തിലും എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നടക്കില്ല. പിന്നെ പിതൃക്കളുടെ ശാപം, അതായത് ഇവര് മൺമറഞ്ഞു പോയ ഇവരുടെ പിതൃക്കള് ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നവരാണല്ലോ ഒരു കാലത്ത്, ഇല്ലേ? അവരുടെ മരണശേഷം അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാതെയും അവരെ ആ പിതൃക്കൾക്ക് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാതെയും ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ പിതൃക്കളുടെ ശാപം ഏറ്റുവാങ്ങിയിട്ടുള്ളവരായിരിക്കും. അവരെ സംബന്ധിച്ച് പിതൃദോഷമുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ ആ കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊന്നും നടക്കാൻ സാധ്യത കുറവാണ്. ഇതൊക്കെ ഈ വെറുതെ അങ്ങോട്ട് പറയണതൊന്നുമല്ല. ഇതൊക്കെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ജ്യോതിഷ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ എൻ്റെ സ്വന്തം താല്പര്യം അനുസരിച്ചുള്ള ചില വർത്തമാനമല്ല ഇതിൻ്റെ അകത്ത് പറയുന്നത്. ജ്യോതിഷപരമായ ഇതുണ്ട് ഇതിൻ്റെ അകത്ത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ സ്ഥലദോഷം, അതായത് ഇവരുടെ സ്ഥലത്ത്, ഇവർ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും സ്ഥലദോഷമുണ്ടെങ്കിൽ അവിടെ ഈ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കുറവാണ്. പിന്നെ അതുകൂടാതെ തന്നെ ചില സ്ഥലങ്ങളിൽ ബാധാദോഷങ്ങൾ ഉണ്ടാവും. പല വിധത്തിലുള്ള ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോഴും വിവാഹത്തിന് തടസ്സമായിട്ട് ചില കാര്യങ്ങൾ വന്ന് സംഭവിക്കും.
പിന്നെ മറ്റൊന്ന് സർപ്പദോഷങ്ങൾ. സർപ്പശാപം ഏൽക്കാൻ ഇടവന്നിട്ടുണ്ട്. ഇവരുടെ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ സർപ്പശാപം ഏൽക്കാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച് വിവാഹത്തിന് പല കാര്യങ്ങളിൽ ഒരു കാര്യം ഈ സർപ്പദോഷമായി വരാനും സാധ്യതയുണ്ട്. സർപ്പദോഷം ഇപ്പൊ തന്നെ ഈ ജന്മത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് വരാം, അങ്ങനെയൊക്കെ വരും. അപ്പൊ അതൊക്കെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിന് സർപ്പദോഷത്തെ പറ്റി അതൊക്കെ ഒരുപാട് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വരും. പിന്നെ ഇങ്ങനെയുള്ള തടസ്സങ്ങൾക്ക് പരിഹാരമായി ഒരു വിവാഹ പ്രശ്നം വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ നിങ്ങളുടെ വിവാഹം എന്തുകൊണ്ട് നടക്കുന്നില്ല, ആ വിവാഹത്തിന് എന്താണ് തടസ്സങ്ങൾ വരുന്നത് എന്ന് നല്ലൊരു ജ്യോത്സ്യനെ നോക്കി പറയാൻ പറ്റും. അതിൻ്റെ അകത്ത് ആ വിവാഹ പ്രശ്നത്തില് എന്തെല്ലാമാണ് തെളിയുന്നത്? ശത്രുദോഷമുണ്ടോ, പിതൃക്കളുടെ ശാപമുണ്ടോ, വാസസ്ഥലത്ത് ദോഷമുണ്ടോ, ബാധാദോഷങ്ങളുണ്ടോ, സർപ്പദോഷങ്ങളുണ്ടോ, ഇതെല്ലാം ആ വിവാഹ പ്രശ്നത്തിൽ തെളിയും. അതോടൊപ്പം തന്നെ ഇവരുടെ ജാതക പരിശോധനയും നടത്തണം. അപ്പൊ ജാതകത്തില് ഇവരുടെ ഗ്രഹനിലയിൽ ചില ഭാഗങ്ങളിൽ ചില അതായത് വിവാഹമായിട്ട് ബന്ധപ്പെട്ട ചില ഗ്രഹങ്ങൾ ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ, അതായത് സ്ഥാനം തെറ്റിയാണ് നിൽക്കുന്നതെങ്കിൽ ഇവരെ സംബന്ധിച്ച് വിവാഹ തടസ്സങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ, അതിനുള്ള വഴിപാടുകൾ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വലിയ ഹോമവും പൂജയൊന്നും നിങ്ങൾ ചെയ്യണ്ട. ചിലര് വിവാഹം നടക്കാൻ വേണ്ടി ഒത്തിരി കാശൊക്കെ ചെലവാക്കി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും എൻ്റെ അടുത്ത് വന്നിട്ട് വഴിപാട് എഴുതിക്കൊണ്ടുപോയി നടത്തി വിവാഹം കഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വലിയ ഹോമവും പൂജയും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ ഇത് ഈ ചെറിയ ചെറിയ വഴിപാടുകൾ പറഞ്ഞു കൊടുക്കും. എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ ഈ വഴിപാടുകൾ നടത്തി വിവാഹ തടസ്സം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതിന് വേണ്ടി നിങ്ങൾ വിവാഹ പ്രശ്നം വയ്ക്കാനും ജാതക പരിശോധനയ്ക്കും ജ്യോത്സ്യന്മാരെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഇനി അതല്ല, ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടി എന്നെ കോണ്ടാക്ട് ചെയ്താൽ, എന്നെ വിളിച്ചാൽ ഞാൻ ഓൺലൈനായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ഫോണിൽ ഇരുത്തിക്കൊണ്ട് തന്നെ അവരുടെ വിവാഹ പ്രശ്നം വെച്ച് ജാതക പരിശോധന നടത്തി അവർക്ക് വേണ്ട വഴിപാടുകൾ, വലിയ പണച്ചെലവില്ലാത്ത ചെറിയ ചെറിയ വഴിപാടുകൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലാണ് വിവാഹ തടസ്സങ്ങൾ വരുന്നത്. അപ്പൊ ആ തടസ്സങ്ങൾ നിങ്ങൾക്ക് തന്നെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായ ദേവാലയങ്ങളിലോ, അതായത് ഹിന്ദുക്കൾ മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ, അവരെ സംബന്ധിച്ചും അവരുടെ സമുദായ ആചാരപ്രകാരം ചെയ്യാവുന്ന വഴിപാടുകൾ ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനികളോട് പോയിട്ട് ക്ഷേത്രത്തിൽ പോയി വഴിപാട് നടത്താൻ പറയാറില്ല. അല്ലേ? അപ്പോൾ അവരുടെ ഓരോരുത്തരും അവരുടെ യാഥാസ്ഥികമായ ചിന്താഗതിയിലൂടെ അവരുടെ മത ആചാരങ്ങളിലൂടെ തന്നെയുള്ള വഴിപാടുകളാണ് പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അതേപോലെയുള്ള വഴിപാടുകൾ എഴുതി മേടിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചോദിച്ചറിയാവുന്നതാണ്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങൾ മാറി കിട്ടുന്നതാണ്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയത്തിനെ പറ്റി നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയിൽ ഇടണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.